ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മളൊരു ഈവനിങ് സ്നാക്കുമായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. നല്ല അടിപൊളിയായിട്ടുള്ളൊരു ബജിയുടെ റെസിപ്പിയാണ് കേട്ടോ. മുട്ട ബജിയാണ് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത്. സാധാരണ മുട്ട ബജി പോലെയല്ല, സ്പെഷ്യലായിട്ടുള്ള ഫില്ലിംഗ് ഒക്കെ കൊടുത്തുകൊണ്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള മുട്ട ബജി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഒരു പാത്രത്തിലേക്ക് ഏറെ വെള്ളം എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ മുട്ട പുഴുങ്ങാനായിട്ട് 5 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. അത് നമ്മൾ ആ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അതൊന്ന് പുഴുങ്ങിയെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതേ സ്റ്റൗ ടോപ്പിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇനി അതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ച് വേവിച്ചെടുത്ത് മാറ്റി വെക്കുന്നുണ്ട്. പിന്നെ നമുക്കതിലേക്ക് വേണ്ടത് സവാളയും കറിവേപ്പിലയും ഇഞ്ചിയും വെളുത്തുള്ളിയാണ് കേട്ടോ. അത് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ ഫില്ലിങ് തയ്യാറാക്കാനായിട്ട് ഒരു പാൻ വെച്ച് കൊടുക്കുന്നുണ്ട്. പാനൊന്ന് നന്നായിട്ട് ചൂടായി വരുമ്പോൾ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്നതെല്ലാം ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് വാട്ടിയെടുക്കാവേ. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്, മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് നന്നായിട്ട് വഴറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ. ആ ഉള്ളിയൊക്കെ നല്ലതുപോലെ ഒന്ന് വഴണ്ടി വന്നു കഴിഞ്ഞാലാണ് നമ്മൾ മസാലപ്പൊടിയൊക്കെ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ അതിലേക്കൊരു 1/4 ടീസ്പൂണോളം കുരുമുളക് പൊടിയും മീറ്റ് മസാലയും കൂടെ ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തൊന്ന് മാറ്റി വെക്കുന്നുണ്ട്. മുട്ടയൊക്കെ നല്ലപോലെ തണുത്ത് വന്നിട്ടുണ്ട്. തോലൊക്കെ പൊളിച്ച് രണ്ടായിട്ട് കട്ട് ചെയ്ത് ഇതുപോലെ മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. അകത്തുള്ള ആ ഒരു യെല്ലോ കളർ പോർഷൻ നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആ ഒരു ഉള്ളിയുടെ ആ ഒരു മിക്സിൻ്റെ കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഓരോ എഗ്ഗിനകത്തുനിന്നും ആ ഒരു യെല്ലോ പോർഷൻ അതിലേക്ക് ആ ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ ആ ഒരു സ്പെഷ്യൽ മിക്സ് തയ്യാറാക്കാനായിട്ട് ഈ ഒരു യെല്ലോ പോർഷനും കൂടെ വേണം കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ ആ മുഴുവൻ എഗ്ഗിനകത്തുനിന്നും മാറ്റിയെടുക്കുന്നുണ്ട്. ഇനി നമ്മുടെ ആ ഒരു മിക്സ് നല്ലതുപോലെ ഒന്ന് ഉടച്ചു കൊടുക്കണം കേട്ടോ. ആ യെല്ലോ പോർഷൻ നല്ലപോലെ ആ ഒരു ഒണിയനിലൊക്കെ നല്ലപോലെ ഒന്ന് മിക്സ് ആവാനായിട്ട്. ഇപ്പോൾ ദേ നമ്മുടെ ഫില്ലിങ് ഇവിടെ നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി അത് ചെറിയ ബോൾസ് ആക്കി ആ ഒരു വൈറ്റ് പോർഷനിലേക്ക് നമ്മളൊന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. പതിയെ വെച്ച് കൊടുക്കണം, അല്ലെങ്കിൽ ആ ഒരു വൈറ്റ് പോർഷൻ ഒന്ന് ബ്രേക്ക് ആയി പോകാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ പതിയെ വെച്ച് കൊടുത്താൽ മതി ആ ഒരു ഹോളിനകത്ത് കേട്ടോ. അങ്ങനെ നമ്മുടെ ഫില്ലിങ് മുഴുവനായിട്ട് നമ്മൾ എഗ്ഗിൻ്റെ അകത്തേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ബജി തയ്യാറാക്കാനായിട്ടുള്ളൊരു ബാറ്ററാണ് കേട്ടോ റെഡിയാക്കി എടുക്കുന്നത്. അതിനായിട്ട് 1/4 കപ്പും പിന്നെ ഒരു 1/4 കപ്പിൻ്റെ പകുതിയോളം കടലമാവ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് അരിപ്പൊടിയാണ് വേണ്ടത്. 2 ടേബിൾ സ്പൂണോളം വറുത്ത അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂണോളം കായപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ വെള്ളവും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. വെള്ളം നമ്മൾ കുറേശ്ശെ ആയിട്ടാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നല്ല തിക്ക് ബാറ്ററായിട്ട് വേണം കിട്ടാനായിട്ട്. നമ്മൾ ഈ വിസ്ക് വെച്ച് നമ്മൾ മിക്സ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കട്ടകളൊന്നും വരാതിരിക്കാൻ വേണ്ടിയാണ് കേട്ടോ. ഇപ്പോൾ അത് നല്ല പെർഫെക്റ്റ് ആയിട്ട് ബാറ്റർ കിട്ടിയിട്ടുണ്ട്. ഇനി ബജി തയ്യാറാക്കാനായിട്ടുള്ള ഒരു പാൻ വെച്ച് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ഓയിലാണ് കേട്ടോ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഓയിൽ നല്ല പോലെ ഒന്ന് ചൂടായി വരട്ടെ. ആ ഒരു സമയം നമ്മൾ എങ്ങനെയാണ് എഗ്ഗ് ബാറ്ററിൽ കോട്ട് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഫില്ല് ചെയ്ത് വെച്ച എഗ്ഗ് ആ ബാറ്ററിലൊന്ന് മുക്കിയെടുക്കുന്നുണ്ട്. ഈ ഒരു സമയം തന്നെ ഞാൻ വേറൊരു ചീനച്ചട്ടി എടുത്ത് വയ്ക്കുന്നുണ്ട് കേട്ടോ. അപ്പം ആ ഒരു എണ്ണ നല്ല പോലെ ഒന്ന് ചൂടായി കഴിയുമ്പോഴേക്കും നമ്മൾ ആ ബാറ്ററിൽ കോട്ട് ചെയ്ത എഗ്ഗ് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് ചെറിയ ഒരു ചട്ടി ആയതുകൊണ്ട് തന്നെ ഞാൻ 2 എണ്ണമാണ് കേട്ടോ അറ്റ് എ ടൈം വറുത്തെടുക്കുന്നത്. നിങ്ങൾ വറുക്കാനായിട്ട് വലിയ ചീനച്ചട്ടിയാണ് എടുക്കുന്നതെങ്കിൽ നമ്മൾ കുറച്ചുകൂടി 2-3 എണ്ണവും കൂടിയൊക്കെ ഒന്ന് ഇട്ട് കൊടുത്ത് പൊരിച്ചെടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. ഇനി ലോ ഫ്ലെയിമിലിട്ട് നല്ല പോലെ ഒന്ന് മൊരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. കടലമാവൊക്കെ നല്ല പോലെ വെന്ത് കിട്ടണേ. അതേ നമ്മൾ 2 സൈഡും മൊരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ എണ്ണയിൽ നിന്ന് കോരി മാറ്റാവേ. അതുപോലെ തന്നെ നമ്മൾ അടുത്ത എഗ്ഗും ഇതുപോലെ ഒന്ന് ബാറ്ററിൽ കോട്ട് ചെയ്തിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ ആ മുഴുവൻ എഗ്ഗും ഇതുപോലെ ബാറ്ററിൽ മുക്കി ഒന്ന് പൊരിച്ചെടുക്കുന്നുണ്ട്. നല്ലപോലെ ഒന്ന് വെന്ത ശേഷം മാത്രമേ നമ്മൾ എടുക്കാവുള്ളൂ കേട്ടോ. അപ്പോൾ അതേ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള മുട്ട ബജി, നല്ല വെറൈറ്റി ആയിട്ടുള്ള മുട്ട ബജി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതുവരെ ഇതുപോലെ ഒരു മുട്ട ബജി തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് തയ്യാറാക്കി നോക്കണം കേട്ടോ. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു അടിപൊളി ഐറ്റം ആണ് കേട്ടോ. ഈ ഒരു വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഇതുപോലെയുള്ള സിമ്പിൾ വെറൈറ്റി ആൻഡ് ടേസ്റ്റി റെസിപ്പീസിനായി എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.